ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നോമ്പൊന്നും ആയിട്ടില്ല, നോമ്പ് നാളെ ആവില്ല എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതൊക്കെ പടച്ചവൻ്റെ അടുത്ത് നിന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ വരുന്നതാണ് നമ്മളെ പ്രതീക്ഷ. വേഗമായി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് നോമ്പ് നോൽക്കാനും നിസ്കരിക്കാനും ഇബാദത്ത് എടുക്കാനൊക്കെ ഉള്ള ആരോഗ്യം ആഫിയത്തും നമുക്കും നമ്മളെ ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകണമേ പഠിച്ചോനേന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ആണ് തുടങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ ഉള്ള നമ്മളെ പത്തിരി റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ ടിപ്പുകളും ട്രിക്കുകളും ചെറിയ കുട്ടികൾക്ക് വരെ പത്തിരി ഉണ്ടാക്കാനും ചുടാനൊക്കെ ഉള്ള ഒരു ടിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അതിനുള്ള പൊടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കിയൊക്കെ പൊടിച്ച പൊടിയാണ്. 1.5 ഗ്ലാസ് പൊടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, വലിയ ഗ്ലാസ്സിന്. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ എടുത്തപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ തലേന്നൊക്കെ ആയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നാളെ ആവില്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ 1.5 ഗ്ലാസ് പൊടിക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാട്ടോ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊന്നും ചിലപ്പം അതിൻ്റെ അളവും കാര്യങ്ങളും എപ്പോഴൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് വല്ലാതെ അറിയില്ലേക്കാരം. അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്പുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു ധൈര്യത്തിന് ഒരു കയ്യിൽ വെള്ളമെങ്കിലുണ്ട് മുക്കി വെച്ചുകാണ്ട് പൊടി ഇടാട്ടോ നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് ബേജാറില്ലല്ലോ. പിന്നെ ആ വെള്ളം വേണമെങ്കിൽ കണ്ട് ഒഴിച്ച് കൊടുക്കും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വിറക് ഒക്കെ കൊണ്ടുവന്നപ്പോഴേ അതിന് ഒരു തേക്കും കൊള്ളി എടുത്ത് വെച്ചതാട്ടോ. അപ്പം ഇപ്പോൾ ഇത് ഒരു മാസത്തിന് നമുക്ക് വേണമല്ലോ. അപ്പോൾ പിന്നെ ഈ കയ്യിലുമലും ചട്ടകത്തുമലൊന്നും ആക്കാതെ ഇതാട്ടോ നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചോളുണ്ടി. അപ്പോൾ നമ്മൾ ആ പൊടി ഇട്ടതിൻ്റെ ശേഷം നമ്മളൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ അതിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി ഇട്ടതിൻ്റെ ശേഷം മൂടിയൊന്നും ഇടണ്ട. ഇപ്പോഴത്തെ മെഷീനിൽ പൊടിച്ചിന പൊടിയല്ലേ, അപ്പോൾ അധികം വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറു തീയിലാക്കിക്കാണ്ട് നന്നായി ഇളക്കിയാണ് വേവിക്കണം. വേവാതെ നിൽക്കാനായിട്ട് പാടില്ല കേട്ടോ, അല്ലാഞ്ഞാൽ പൊള്ളൂല്ല. അപ്പോൾ നല്ലണ്ട് ചെറു തീയിലാക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഈ ഫ്രൈ പാൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആക്കിച്ചിട്ട് കുഴപ്പമില്ല. നമ്മൾ അലുമണി ചട്ടി തന്നെയാണ് എടുക്കൽ കേട്ടോ, അലുമണി ചമ്പട്ടിയൊക്കെ ആയിട്ട് തന്നെ എടുക്കൽ. അപ്പോൾ നന്നായിട്ടിട്ട് നല്ല ഇളക്കിയാണ് പൊടി വേവിക്കണം. അപ്പോൾ ഞാൻ ആ ഒഴിച്ച് വെച്ച വെള്ളം ഇതിക്കന്നെ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ മനസ്സിലായി. പിന്നെ 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണെന്ന്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് പിന്നെ നമ്മൾ തട്ടിക്കണ്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ട ടിപ്പ് ചിലവർക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ ചൂടോടൊക്കെ പൊടി കുഴക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ടിപ്പാട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിനി. അപ്പോൾ അന്നത്തെ അതിനെക്കാട്ടിയൊക്കെ കൂട്ടുകാർ ഇപ്പോൾ ഉള്ളതല്ലേ, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് കണ്ടാണ് കേട്ടോ. അപ്പോൾ ആ പൊടി ഒഴിച്ച് നമ്മൾ ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. എന്നാൽ അതൊന്നും ഒഴിവാക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പൊടി കുഴക്കുമ്പോൾ അതൊന്നും എടുക്കൂല. എന്താണെന്ന് വെച്ചാൽ കുറേ അതിൽ പറ്റി പിടിച്ചിക്കും, അതൊന്നും ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് കൂട്ടണമെങ്കിൽ പൊടി കരിയാതെ കിട്ടണം. അപ്പോൾ നമ്മൾ ചോറ് വളമണ കോരിണ്ടല്ലോ, അതുകൊണ്ട് നല്ല ചൂടോട് കണ്ട് ഉടച്ചുടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ചൂട് പറ്റാത്ത കുട്ടികൾക്കൊക്കെ പറ്റും. അതിൻ്റെ മോള് കഴിഞ്ഞ പ്രാവശ്യം പറയണേ, അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് കണ്ടുകാണ്ട് ഞാൻ ഇങ്ങനെ എണ്ണം പൊടി കുഴക്കലെന്ന്. അപ്പോൾ ഓൽക്കൊന്നും തീരെ കയ്യിന് ചൂട് പറ്റില്ല, അവനൊന്നും പണിയെടുക്കാത്ത കയ്യല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് കണ്ടതിൻ്റെ ശേഷം ഞാൻ അങ്ങനെയാണ് പൊടി കുഴക്കൽ, അല്ലെങ്കിൽ ചൂടാറുവോളം ഞാൻ കാത്തു നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്താ വെച്ചാൽ ആ പ്രായം കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടല്ലോ. അപ്പോൾ അതാട്ടെ നമ്മൾ ഈ പ്രാവശ്യം ഇട്ടത്. അപ്പോൾ അങ്ങനെ ഉടച്ചതാകുമ്പോൾ ആ കട്ടയൊക്കെ ഉടഞ്ഞോളൂ. അങ്ങനെ അതിൻ്റെ ശേഷം നന്നായി കുഴക്കട്ടാ. കുഴക്കുമ്പോൾ 2 തള്ളവിരലിൻ്റെ വിരലും അതിൻ്റെ ഉള്ളിൽ കിട്ടുകാണ്ട് പഴയ ആൾക്കാർ വിചാരിച്ചു ഇതാപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടെ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്ടി കൂട്ടുകാണ്ട് ഒന്ന് കുഴച്ച് അതുകൊണ്ട് ആ ഈത്ത പൊടിയൊക്കെ അതുകൊണ്ട് പോന്ന് കിട്ടിയിട്ടാണ്. അപ്പോൾ പൊടിയൊക്കെ എടുക്കുമ്പോഴൊക്കെ നന്നായി തീരെ കളയാതൊക്കെ എടുത്ത് ശീലമാവട്ടെ ആരായാലും. അപ്പോൾ നമ്മൾ കണ്ടില്ല ആ തണ്ടാവരൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകാണ്ട് കുഴക്കുമ്പോൾ പൊടീൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ട വെച്ചിട്ട് ഒരു പൊട്ടൊക്കെ പൊട്ടും. പണ്ടൊക്കെ പറയില്ല അങ്ങനെ ഇട്ടാ ആ പൊട്ടലാണ് പൊടിൻ്റെ കണക്ക്. ആ പൊട്ടൽ നിൽക്കോളും കുഴക്കലാട്ടോ. ഞങ്ങളൊക്കെ ചെറിയതായിരുന്നു ആ പൊട്ടൽ നിൽക്കോളും അമ്മമാരൊക്കെ കുഴപ്പിക്കും. കുഴച്ചുകൊണ്ട് പദം വരുത്തലാണ്. അപ്പം ഇനി അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ സീല ചുറ്റിക്കാണ്ട് അങ്ങനെയും കുഴക്കുക. അതിനൊന്നും ആവശ്യമില്ല. ആ ചട്ടം കൊണ്ട് ആക്കുമ്പോൾ തന്നെ, ചട്ടകല്ല കോരിയോട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നന്നായി കുഴച്ചെടുക്കട്ടോ. പിന്നെ നമ്മൾ ഉറ്റിക്കാണ്ട് ആ കോരി കൊണ്ട് തന്നെ ഇങ്ങനെ കഷ്ണാക്കി ഉണ്ടാക്കിയാൽ മതി. എന്നാൽ പിന്നെ കയ്യിൻ്റെ ഉള്ളനടിയിൽ പൊടിയൊന്നും ആവില്ല. മറ്റേ ഉള്ളനടി ഇങ്ങനെ പൊടിയും കൊടുക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഷ്ണാക്കിയാൽ മതി. അപ്പം ഇനി നമ്മൾ ടിപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നിർത്തിയൊന്നും പോവല്ലേ, മെയിൻ ടിപ്പൊക്കെ വരുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് പത്തിരി ചുടാനും പരത്താനും ഒക്കെ പറ്റിയ ടിപ്പുകളാണ് കേട്ടോ.
എന്താ വെച്ചാൽ പത്തിരി എന്ന് വിചാരിച്ചുമ്പോഴത്തേക്കും ചിലർക്ക് ഭയങ്കര മടിയാണ്. ആ മടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പത്തിരി ചുടാൻ തോന്നിപ്പോവും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി ഒരു തോർത്തുമുണ്ടിൻ്റെ ഒരു പയ്യ തോർത്തുമുണ്ടിൻ്റെ ഒരു കഷ്ണം നന്നായി തിരുമ്പിയൊക്കെ നന്നാക്കിക്കോളി. ഇന്ന് തന്നെ നന്നാക്കിക്കോളി. അറിയാത്തോലി നല്ല ചുടുവെള്ളത്തിലൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം തിരുമ്പി ഉണക്കിക്കോളിട്ടോ. അപ്പോൾ അത് നല്ല അതിൽ ലേസം പൊടി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഈ വരത്താനുള്ള പൽമപ്പൊടി ഉണ്ടല്ലോ അതതിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് അത് നന്നായി കൂട്ടി പിടിച്ചുകാണ്ട് നല്ലാണ്ട് മുറുക്കിയാണ് കെട്ടുക. മുറുക്കിയെല്ലാം ഒന്ന് ലേശം ഒരു അയവാക്കി കണ്ടിട്ടോ. അപ്പം നമ്മൾക്ക് നല്ലൊരു എളുപ്പമാണ് കേട്ടത്. അപ്പോൾ ചിലവർക്ക് അറിയിക്കാരോ അറിയാത്തവർക്കും വേണ്ടിയിട്ടാട്ടെ നമ്മൾ പറയണത്. അപ്പോൾ ഇതിങ്ങനെ അയച്ചുകാണ്ട് ഒന്ന് നല്ലോണം മുറുക്കി കെട്ടുക. കെട്ടൊന്നും കഴിഞ്ഞ് പോവരുത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പരത്താൻ നോക്കട്ടോ. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ അതിനിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വരും. ഒരുപാടിട്ട് വരില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരാൾ പരത്തിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മോക്കൊക്കെ ഓൾ പരത്തിടുമ്പോൾ വേറൊരാൾ പൊടി തട്ടാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരാൾക്ക് തന്നെ പരത്തലും പൊടി തട്ടലുമായിട്ടോ. അപ്പോൾ ആ പത്തിരി നമ്മളെ ചെറിയ പ്രസ്സാട്ടത്. നമ്മളെ പത്തിരി പ്രസ് വല്ലാതെ വട്ടമില്ല, അതുകൊണ്ടാണ് ചെറിയ പത്തിരി ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ പത്തിരി ആയി കിട്ടുങ്ങാണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പൗഡറൊക്കെ മുഖത്ത് ഇങ്ങനെ ഒപ്പിയെടുക്കൂല എന്ന മാതിരി ഇങ്ങനെ ഒപ്പി ഇങ്ങനെ എടുത്താൽ മതി. നല്ല സുഖമാണ് കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ പൊടി കുഴച്ചുകൊണ്ട് കൊടുത്താൽ മതി. ഒരെന്നെ ഉണ്ടാക്കിക്കാണ്ട് തന്നോളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് തിരി തന്നെ വേണ്ട. അപ്പോൾ നല്ല ഉഷാറ് പത്തിരി കിട്ടും ചെയ്യും. നല്ല നൈസ് പത്തിരിയാവും ചെയ്യും. മറ്റേ ഇങ്ങനെ കൈക്കൊക്കെ എടുക്കണം, പിന്നെ ഒന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അപ്പോഴൊക്കെ പത്തിരി മുറിഞ്ഞു പോവും. അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഈസി ആയിട്ടാണ് പത്തിരി പരത്തുക. പത്തിരി പരത്താനുള്ള മടിയാണ് ചുടാളൊക്കെ മടിയൊക്കെ പോകും കേട്ടോ. ഇതിങ്ങനെ ഒരു ദിവസം ചെയ്ത് നോക്കി അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തുങ്ങാണ്ട് ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അപ്പോഴേ നമ്മളെ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ മുന്നിലേക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുകൊണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെറുമാരി വീഡിയോയിൽ ഇട്ടുകൊണ്ട് നമുക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പരത്തുക, ഇതിങ്ങനെ തട്ടിക്കൊടുക്കുക, പിന്നെയും പരത്തിയിടുക. നല്ല സുഖമായിട്ട് നല്ല ചെയ്യട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. ഇനി വലിയ പത്തിരി ആക്കണമെങ്കിൽ വലിയ പത്തിരി ആക്കുക. ഒരു ബുദ്ധിമുട്ടും വരില്ല. ഈസി ആയിട്ട് പത്തിരി ഞാൻ അങ്ങനെ കുറച്ചൊന്ന് കാണിച്ച് തരാട്ടെ. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കണ്ടേ. നമുക്ക് ഡെയിലി പത്തിരി തന്നെ വേണം കേട്ടോ. പിന്നെ അതിൻ്റെ ഡെയിലി എപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റിയെങ്കിലും എന്നുള്ളൂ. അപ്പോൾ പിന്നെ തലേന്നത്തെ പത്തിരി കുറച്ചെടുത്ത് വെക്കും. ഉമ്മാക്ക് പത്തിരി തന്നെ വേണ്ടി വരും. പ്രായമായവർക്ക് പത്തിരീൻ്റെ സുഖം വേറെ എന്ത് സാധനം ഉണ്ടാക്കിയാലും കിട്ടൂല. ദോശ ആയാലും ഓട്ടട ആയാലും ഒന്നും ഞങ്ങൾക്കൊന്നും കിട്ടലില്ല കേട്ടാ. പത്തിരിൻ്റെ ആ സ്വഭാവത്തിൽ നിൽക്കൽ പണ്ടത്തെ ആൾക്കാർ കണ്ടുവെച്ചതാണ്. നോമ്പുങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഇതാണിത്. അത് നമ്മളെ വയറിനും മനസ്സിനും ഒക്കെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. വേഗം ദഹിച്ചു പോവും, ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസും വെച്ച് കണ്ടാട്ടെ ചുടേണ്ടത്. ഞാൻ അടുപ്പുമ്മ വെച്ചാൽ ചുടൽ. അടുപ്പുമ്മൽ ഇൻഡാനിയത്തിൻ്റെ ചട്ടി ഉണ്ട്, അത് വെച്ച് കണ്ടാട്ടെ ചുടൽ. അതിന് നന്നായാണ് പുള്ളിയൊക്കെ കിട്ടും. ഇത് പിന്നെ ഗ്യാസാകുമ്പോൾ നടുവിൽ അല്ലേ കത്തുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കിക്കാണ്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ആക്കെയാണ് ചായ കുടിച്ചാൽ കാത്തിക്കണമുണ്ട്. അപ്പോൾ പിന്നെ വേഗം ചുട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല പത്തിരി പൊള്ളണമൊക്കെ ഉണ്ട്. നടുക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. പിന്നെ മറിക്കേണ്ടതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. ആദ്യത്തെ മറി വേഗം മറിക്കുക, പിന്നത്തെ രണ്ടാമത്തെ മറി കുറച്ച് കഴിഞ്ഞിട്ട് മറിക്കുക, പിന്നത്തത് പൊള്ളാൻ മറിക്കുക. അപ്പം അങ്ങനെ ആ ചട്ടകം കൊണ്ടെല്ലാം തൊട്ട് തലോടിയാൽ തന്നെ നല്ല പൊള്ളാത്തതൊക്കെയാണ് പൊള്ളിക്കോളും. ആ വാട്ടലും കുഴക്കലൊക്കെ ശരിയായാൽ ഇനി കുറച്ച് പൊള്ളിയിട്ടില്ലെങ്കിലും ആ പത്തിരി നല്ല സോഫ്റ്റാണ് ഈ കരം. എത്ര തിന്നാലും നല്ലൊരു ഇതാണ് ഈ കരം. ഇനി പിറ്റേന്ന് രാവിലേക്കൊക്കെ ഒന്നും ഒരു കേടും വരില്ല. പിറ്റേന്ന് രാവിലെ ഒന്നും കുട്ടികൾക്കൊന്നും ഇപ്പോൾ പറ്റാതാവും കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മൾ മുറത്തിലാട്ടോ ചുട്ടിടൽ. നമ്മളമ്മ അങ്ങനെ കാണിച്ചു തന്നതാണ്. മുറത്തിൽ പത്തിരി ചുട്ടുവെച്ചാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചുടുണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ നമ്മൾ വെക്കൽ. അപ്പോൾ നമ്മൾ ഈ കീ ഉണ്ടല്ലോ അതൊരു പെട്ടിയിൽ അവിടെ ആക്കി വെച്ചാൽ മതി. വെള്ളമാക്കരുത്. വെള്ളമായാൽ പിന്നെ കൊയ്യാതാവും.
നനവ് തട്ടിയാലേ വെള്ളമാകാതെ ഈ പെട്ടിയിലാണ് പൂട്ടി വെച്ചാൽ മതി. പിറ്റേന്ന് എടുക്കുക അങ്ങനെ പിന്നെ കഴിയുന്നതിനനുസരിച്ച് കുറേ ഇട്ട് എടുത്താൽ മതി. നോമ്പ് 30 ദിവസവും നമുക്കിങ്ങനെ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ, എന്നൊരു കുഴപ്പമുണ്ടാവില്ല. നല്ല പത്തിരി നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് കമൻറ്റിൽ പറയണം. എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തർ ചായ കുടിക്കണമുണ്ട്, ചുടണമുണ്ട്, അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ 5 എണ്ണം ഇടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റ് അയക്കണം. അപ്പോൾ പിന്നെ ഞാൻ 5 എണ്ണം ഇട്ടതാണ്. അപ്പോൾ നമ്മൾ പൊടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് വല്ലാതെ പത്തിരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിന് പത്തിരി അല്ലേന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒന്ന് ചുട്ട് നോക്കിയതാണ്. അപ്പോൾ പൊടിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല സാറായിക്കാണ്ട് നല്ല പൊടി നല്ല ടേസ്റ്റുള്ള പത്തിരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിക്ക് പട്ടാണി കടല എൻ്റെ കറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോമ്പിന് പിന്നെ ഇറച്ചി ഒക്കെ ആണേക്കാരം വെക്കൽ. ഇറച്ചിയൊക്കെ കൊണ്ടുവന്നാണ് കുറേശ്ശെ ആക്കി വെക്കും. ആദ്യം തന്നെ അങ്ങനെ പൊതിഞ്ഞ് വെക്കുകയെ. അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാനോ. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായ നല്ല പത്തിരിയാണ് കേട്ടോ, നല്ല സുഖമുള്ള പത്തിരിയാണ്. ഇനി പൊള്ളാൻ കുറച്ച് മടി കാട്ടിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. വാട്ടലും കുഴക്കലും ഒക്കെ നന്നായാൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.